പ്രിയ ദൈവജനമേ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ വിചിന്തന വിഷയം. തൻ്റെ സഹോദരനോട് എത്ര തവണ ക്ഷമിക്കണം എന്ന പത്രോസിന്റെ ചോദ്യത്തിന് പരിധിയില്ലാത്ത കരുണയോടെ മറുപടി നൽകുന്ന ക്രിസ്തുവിനെയാണ് നാം ഇവിടെ ദർശിക്കുന്നത്. 7 പ്രാവശ്യമല്ല, 70 തവണ ക്ഷമിക്കണം എന്ന് കർത്താവ് പറയുമ്പോൾ ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാന ശിലയായ ക്ഷമയ്ക്ക് അളവ് കോലുകളില്ലെന്ന് ക്രിസ്തുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കണക്കില്ലാത്ത കടം ഇളച്ചു നൽകിയ രാജാവിന്റെ കരുണ ലഭിച്ചിട്ടും നിസ്സാരമായ കടത്തിന്റെ പേരിൽ സഹപ്രവർത്തകനെ തടവിലാക്കിയ ദാസൻ നമ്മുടെ ഓരോരുത്തരുടെയും സ്വാർത്ഥതയുടെ പ്രതിഫലനമല്ലേ? ദൈവത്തിൽ നിന്ന് നാം സ്വീകരിക്കുന്ന അളവറ്റ പാപമോചനവും സ്നേഹവും മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു. ഹൃദയപൂർവ്വം മറ്റുള്ളവർക്ക് മാപ്പ് നൽകാത്തവർക്ക് സ്വർഗരാജ്യത്തിലെ കരുണ അനുഭവിക്കാൻ കഴിയില്ല എന്ന ഗൗരവമേറിയ മുന്നറിയിപ്പും ഈ ഉപമ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരോട് കാണിക്കുന്ന കാരുണ്യമാണ് ദൈവ തിരുമുമ്പിൽ നമുക്കുള്ള യോഗ്യതയായി സ്വീകാര്യമായി മാറുന്നത്. അപരന്റെ കുറവുകളെയും തെറ്റുകളെയും വിധിക്കുന്നതിന് പകരം ദൈവത്തിന്റെ കണ്ണുകളിലൂടെ അവരെ കാണാൻ നാം ശീലിക്കേണ്ടതുണ്ട്. ക്രൂശിതനായ ക്രിസ്തു നൽകിയ ക്ഷമയുടെ വലിയ മാതൃക ഉൾക്കൊണ്ട് പകയും വിദ്വേഷവും വെടിഞ്ഞ് സ്നേഹത്തിന്റെ പുതിയൊരു ലോകം പണിയാൻ നാം ഓരോരുത്തരും ഇന്നേ ദിവസം വിളിക്കപ്പെട്ടിരിക്കുന്നു. അനുരഞ്ജനത്തിന്റെ കൂദാശയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സമാധാനം മറ്റുള്ളവർക്കും പങ്കുവെക്കുമ്പോഴാണ് നാം യഥാർത്ഥ ശിഷ്യന്മാരാകുന്നത്, ശിഷ്യകളാകുന്നത്. നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്ന് പറയുന്നത് വെറുമൊരു വാക്കല്ല, മറിച്ച് അതൊരു ജീവിത ചര്യയായി മാറണം. ക്ഷമിക്കുന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് ദൈവികതയിലേക്കുള്ള വളർച്ചയുടെ ശക്തമായ അടയാളമാണെന്ന് തിരിച്ചറിയണം. കർത്താവിന്റെ ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ മാറ്റത്തിന്റെ കനലുകൾ കോരിയിടട്ടെ. അങ്ങനെ നമുക്കും സ്വർഗീയ പിതാവിന്റെ കരുണയുള്ള മക്കളായി തീരാം. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.